മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ കുടയില്ലാത്തവർ എന്ന കവിതയിലെ ആസ്വാദനക്കുറിപ്പാണ്. ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടത്, അത് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ട്. അതും കൂടി പോയി ഒന്ന് കാണണം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. LSSന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. എല്ലാവരും ജോയിൻ ചെയ്യണം കേട്ടോ. ആസ്വാദനക്കുറിപ്പ് എഴുതാൻ കവിത നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം. പിന്നീട് അതിനൊരു തലക്കെട്ട് നൽകണം. എക്സാമിനൊക്കെ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ തരികയാണെങ്കിൽ അതിൻ്റെ മേലെ കവിതൻ്റെ പേരുണ്ടെങ്കിൽ അത് എഴുതുക. പിന്നെ കവിയെക്കുറിച്ച് എന്താണ് നിങ്ങൾക്കറിയാവുന്നത് അത് എഴുതി ചേർക്കുക. മലയാള സാഹിത്യ ലോകത്തെ കാവ്യസൂര്യൻ എന്നറിയപ്പെടുന്ന മഹാകവി ONV കുറുപ്പിൻ്റെ ജ്ഞാനാഗ്നി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള അതിമനോഹരമായ കവിതയാണ് കുടയില്ലാത്തവർ. സ്കൂൾ തുറന്ന് ആദ്യ ദിവസം മഴ നനഞ്ഞ് സ്കൂളിലേക്ക് പോകുന്ന കവിയുടെ കുട്ടിക്കാല അനുഭവമാണ് ഈ കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കവിയെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ പ്രശസ്ത കവിൻ്റെ പേരുണ്ടാവുമല്ലോ താഴത്ത്, പ്രശസ്ത കവി ഇന്നാളെ പേര് എഴുതുക. ഏറ്റവും മനോഹരമായ കവിതയിൽ നിന്ന് എടുത്തതാണ് ഈ കവിത എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി ചേർക്കുക. ശീർഷകം കഴിഞ്ഞു, കവി പരിചയം കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് കവിതയുടെ ഉള്ളടക്കം. വേനലവധി കഴിഞ്ഞു. പൂരവും പെരുന്നാളും പൂതവും തെയ്യവും വിഷുവും അങ്ങനെ എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞ് സ്കൂൾ തുറന്നു. കുട്ടികൾ തുള്ളിച്ചാടി സ്കൂളിലേക്ക് വരുന്നത് പോലെയാണ് മഴത്തുള്ളികളും തുള്ളി വന്നത്. പുതുമഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന മണ്ണിൻ്റെ മണവും പുത്തൻ ഉടുപ്പിൻ്റെയും പുതിയ പാഠപുസ്തകത്തിൻ്റെയും മണമെല്ലാം കവിയുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നു. പല നിറത്തിലുള്ള കുടകളും ചൂടി പൊടിമീൻ നിര പോലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് കാണുമ്പോൾ കവി തൻ്റെ ബാല്യം ഓർക്കുന്നു. മഴ നനയാതിരിക്കാൻ വാഴയില തലയിൽ വെച്ചു പുസ്തകവും സ്ലേറ്റും മാറോടണച്ചു പിടിച്ച് നനഞ്ഞു പോകുന്ന കവിയെ കുടയിൽ നിർത്താൻ മടി കാണിക്കാതിരുന്ന കവിയുടെ കൊച്ചു പെങ്ങളെ കവി ഓർത്തു പോകുന്നു. ഇതാണ് കവിതയിലെ ആശയം. ഇത് വലിയൊരു കവിത ആയതുകൊണ്ട് കുറേ ആശയങ്ങളുണ്ട് അല്ലേ. ഇനി നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചെറിയ കവിതയാവട്ടെ വരിക. അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2 വരി ഇത് കവിത പോലെ തന്നെ എഴുതി ചേർക്കണം കേട്ടോ. എന്നിട്ട് അത് ഇഷ്ടപ്പെടാനുണ്ടായ കാരണം 2 വരി എഴുതിയിട്ടുണ്ട് കേട്ടോ. നനയാതെയാകെ നനഞ്ഞു പോമി അന്യനല്ലാത്തൊരന്യനെയും. ഇതാണ് ഈ കവിതയിൽ എനിക്കിഷ്ടപ്പെട്ട വരി. കാരണം അന്യനല്ലാത്തൊരന്യനെ കുടയിൽ നിർത്തി മഴ നനയാതെ കൊണ്ടുപോകുമ്പോൾ ആ കൊച്ചു പെങ്ങളുടെ സ്നേഹമാകുന്ന മഴയിൽ കവി നനഞ്ഞു പോകുന്നു എന്നാണ് കവി പറയുന്നത്. കവിതയിലുള്ള ശബ്ദഭംഗിയും പ്രയോഗഭംഗിയും എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതുക, എല്ലാ കവിതയിലും എഴുതാൻ പറ്റുന്ന ഒരു വരി 2 വരിയാണ് കേട്ടത്. പ്രയോഗഭംഗിയും ശബ്ദഭംഗിയും വർണ്ണനകളും കവിതയെ മനോഹരമാക്കുന്നു. നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക, എല്ലാ കവിതക്കും എഴുതാം. നിങ്ങൾക്ക് കിട്ടിയ കവിതയിൽ ആവർത്തിച്ച് വരുന്ന വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതി ചേർക്കുക കേട്ടോ. ഇവിടെ എന്താണ്, പൂ എന്ന അക്ഷരത്തിൻ്റെ ആവർത്തനവും പൂരവും പെരുന്നാളും പൂതവും പൂക്കണിയും എന്ന പ്രയോഗവും ഈ കവിതയ്ക്ക് ഭംഗി കൂട്ടുന്നു. അടുത്തത്, ഈ കവിതയിൽ നിന്ന് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത് ഉണ്ടെങ്കിൽ അത് എഴുതി ചേർക്കുക. ഇവിടെ എഴുതിയിട്ടുള്ളത്, അനിയനല്ലാത്തൊരു കുട്ടിയെ സഹോദരനായി കാണാൻ വിശാലമായ മനസ്സ് കാണിച്ച ഒരു പെങ്ങളുടെ സ്വന്തം ബന്ധങ്ങളാണ് ഇവിടെ കവി കാണിക്കുന്നത്. നമുക്കിടയിലും ഇത്തരം സ്നേഹബന്ധങ്ങൾ വളർന്നു വരണമെന്നും അത് കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്നുമാണ് കവി സൂചിപ്പിക്കുന്നത്. ഓക്കെ മക്കളെ, മനസ്സിലായില്ലേ? ഇത് വലിയൊരു കവിത ആയതുകൊണ്ട് ആശയങ്ങളൊക്കെ കുറച്ച് കൂടുതലുണ്ട് അല്ലേ. എങ്ങനെയാണ് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള വീഡിയോയും കാണണം. അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടി കണ്ട് നന്നായിട്ട് പഠിക്കുക.